ഹേ ഗൈസ്, ഞാനിത് എന്ത് പണ്ടാരോ കാണിക്കുന്നത് നോക്കണം ഗൈസ്. ഇന്നലെ രാത്രി ഇവിടെ ഒരു ഗോഡൌണിൽ തീ പിടിച്ചു. 12 വണ്ടിയോളം ഫയർ എഞ്ചിനാണ് വന്നത്. ഇതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാനിപ്പം വീട്ടിൽ പോയിട്ട് ഒരു സാധനം മേടിക്കാണ്ട് അത് മേടിച്ചിട്ട് ആർച്ചയുടെ ബർത്ത്ഡേ ഇന്നലെ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്ത്. ഞാൻ വൈഫിന്റെ വീട്ടിലായതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്ത് വിഷ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കേക്ക് കട്ടിയത്. വൈഫിന് സർപ്രൈസ് കൊടുത്ത് കേക്ക് കട്ടിപ്പിക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കണ്ടിലേക്ക് പോയി കാണുക. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ചിക്കൻ ബിരിയാണിക്കകത്ത് ഒരു ലെഗ് പീസ് ഇരുന്നതുകൊണ്ട് അടിയാകുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം ആ ലെഗ് പീസ് കട്ട് ചെയ്തു. പിന്നെ ചിക്കൻ ബിരിയാണിക്കുള്ള മസാല വരട്ടി വെച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് അശോക് വന്നു. അവനോട് സംസാരിച്ചിട്ടിരുന്ന ഗ്യാപ്പിൽ അനിയത്തി ഉള്ളിയെല്ലാം പൊളിച്ചിരുന്നു. ഞാൻ പിന്നെ വന്ന് അരിഞ്ഞു കൊടുത്തു. അരിഞ്ഞതിന് ശേഷം അവിടെ ക്ലീൻ ആക്കാൻ അനിയത്തിയുടെ അടുത്ത് പറഞ്ഞു അവളൊരു തുണി എടുത്തോണ്ട് വന്ന് ക്ലീൻ ചെയ്യാൻ. നീ കാണുക എന്തോ തുണിയെന്ന്, വേറെ ഒന്നുമല്ല ഗൈസ്, കാവാലം ചട്ടി. അതെ, പിന്നെ അവളെ അവിടെ നിന്ന് ഓടിച്ച് കുറച്ച് സാധനം വേണ്ടതും ബിരിയാണി ഉണ്ടാക്കാൻ ആ സാധനം എല്ലാം മേടിച്ചോണ്ട് വന്നു. ഈ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാംഗ്ലൂർ സ്റ്റൈൽ ദൊണ്ണ ബിരിയാണി എന്ന് പറയുന്നതിന്. ഇത് ഉണ്ടാക്കി ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിടാം. അങ്ങനെ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ബിരിയാണി ദം വെക്കണമായിരുന്നു. ദം വെച്ച് അരമണിക്കൂറോളം ദം വെച്ചിട്ട് എടുത്ത ബിരിയാണിയാണ്. ദം പൊട്ടിച്ച് ഉടനെ സമയം കളയാതെ അനിയനും അനിയത്തിക്കും ഫ്രണ്ടിനും കൊടുത്തു. അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ബോക്സിനകത്തിട്ട് വൈഫിനും കൊണ്ട് കൊടുത്തു. അവർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പിന്നെ വീട്ടിലോട്ട് വന്ന് ഞാൻ അക്വേറിയം നല്ല അഴുക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മണിക്കൂറോളം പണി ഉണ്ടായിരുന്നു. അക്വേറിയം ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്തിട്ട് ഞാൻ രാത്രി ആയപ്പോഴത്തേക്ക് ഇരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നു. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നോക്കിയപ്പോൾ ഇതായിരുന്നു അവിടുത്തെ കാഴ്ച. ഭയങ്കര ഒരു തീപിടുത്തമായിരുന്നു. ഭാഗ്യത്തിന് അവിടെ ഗോഡൌണിൽ ആൾക്കാരും ഇല്ലായിരുന്നു. അതെങ്ങനെ തീ പിടിച്ചെന്ന് ആർക്കും അറിയില്ല. രാത്രി വെളുക്കോളം തീ അണക്കിലായിരുന്നു പരിപാടി. 11 ഫയർ എഞ്ചിൻ വണ്ടി വന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതേ ഉള്ളൂ. ബൈ. നാളെ വേറെ വീഡിയോയിൽ കാണാം. ബൈ.